ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കാം. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. യേശു മനസ്സലിഞ്ഞ് അവന് കാഴ്ച നൽകി. എന്താണെന്ന് നോക്കിയാലോ? അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായിച്ചു നോക്കാം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഏത് ദുശീലവും എളുപ്പം മാറ്റുവാൻ സാധിക്കും. മദ്യപാനാസക്തിയുള്ള ആൾ യേശുവേ, എൻ്റെ മദ്യപാനാസക്തി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓരോ പ്രാവശ്യവും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴും ഇതുപോലെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് മദ്യപാനം നിർത്തുവാനുള്ള ദൈവാനുഗ്രഹം ഉടനടി കിട്ടും. ഇതുപോലെ തന്നെ പുകവലിയും പൊടിവലിയും നിർത്താം. ചിലർക്ക് കാമാസക്തി കൂടുതലായിരിക്കും, ചിലർക്ക് ദ്രവ്യാസക്തി, ചിലർക്ക് കോപം, വേറെ ചിലർക്ക് അഹംഭാവം. കോപത്തിൻ്റെ അടിവേരെ അഹംഭാവമാണ്. നമ്മിൽ അഹംഭാവം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ കോപം. യേശു ജെറീക്കോയിൽ കൂടി കടന്നു പോകുമ്പോൾ അന്ധനായ ഒരു യാചകൻ ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. തുടർച്ചയായി പ്രാർത്ഥിച്ചു. യേശു മനസ്സലിഞ്ഞ് അവന് കാഴ്ച നൽകി. ഇതുപോലെ നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ രോഗങ്ങൾക്കും മറ്റുള്ളവരുടെ ആത്മാവിൻ്റെ രോഗങ്ങൾക്കും വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ ജീവിക്കുന്നവനായ യേശു നമ്മുടെ പ്രാർത്ഥന ചെവിക്കൊള്ളാതിരിക്കുകയില്ല. സ്തുതിക്കപ്പെടാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോ എന്നെ രക്ഷിക്കണമേ എന്ന് ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അഹംഭാവം പെട്ടെന്ന് കുറയും. ഏതെങ്കിലും ഒരാൾക്ക് നമ്മോട് പ്രത്യേകം വൈരാഗ്യം ഉണ്ടെന്ന് തോന്നിയാൽ യേശുവേ, അയാളിൽ കനിയണമേ എന്ന് ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന പക്ഷം അയാളുടെ വൈരാഗ്യം പെട്ടെന്ന് മാറും. ഇതുപോലെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രത്യേക ദൂഷ്യം നാം കാണുന്നുവെങ്കിൽ യേശുവേ, എൻ്റെ മകനിൽ അല്ലെങ്കിൽ മകളിൽ കനിയണമേ എന്ന് ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ ശീലിച്ച ഒരു കുട്ടി കർത്താവിൻ്റെയും മാതാവിൻ്റെയും കൂടെ ഉണരുന്നു. കർത്താവിൻ്റെയും മാതാവിൻ്റെയും കൂടെ പഠിക്കുന്നു, അവരുടെ കൂടെ പരീക്ഷ എഴുതുന്നു. എല്ലാം കർത്താവിൻ്റെയും മാതാവിൻ്റെയും സാന്നിധ്യത്തിലും അവരോട് ഒന്നിച്ചും നടത്തുമ്പോൾ പരീക്ഷകൾ എളുപ്പമുള്ളതായി തീരും. ഇതുപോലെ തന്നെ ഉറങ്ങുന്നതും ഉണ്ണുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം കർത്താവിൻ്റെയും മാതാവിൻ്റെയും സാന്നിധ്യത്തിലും സഹായത്തോടെയും ആകുമ്പോൾ ജീവിതം എളുപ്പമുള്ളതായി തീരും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും മാതാവും കർത്താവും ഇടപെടും. കാനായിലെ കല്യാണത്തിൽ മാതാവും കർത്താവും ഇടപെട്ടതുപോലെ ഏതുതരം ദുശീലമായാലും നിരന്തരമായ പ്രാർത്ഥനയോടുകൂടി നാം ദൈവത്തോടുകൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ ദുശീലങ്ങൾക്ക് സ്ഥാനമില്ലാതാകും. ഈ ലോകത്തിൽ തന്നെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. ദൈവത്തിന് സ്തുതി. നമ്മുടെ അധ്വാനത്തെ നോക്കി സാത്താൻ ചിരിക്കുന്നു, ജ്ഞാനത്തെ പരിഹസിക്കുന്നു. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് യേശു അരുളി ചെയ്യുന്നു. ആധ്യാത്മിക ജീവിതം ഏറ്റവും എളുപ്പമുള്ളതാക്കുവാൻ യേശു പറഞ്ഞ വസ്തുതയാണ്. ദൈവത്തിൽ വസിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ദൈവസാന്നിധ്യ അനുഭവത്തിലൂടെ ഇടപെടാതെയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുക, എല്ലാം സ്നേഹത്തോടെ ചെയ്യുക. അതായിരുന്നു കൽക്കട്ടയിലെ മദർ തെരേസ നമുക്ക് ഉപദേശിച്ചു തന്ന വിജയമന്ത്രം. അപ്രകാരം ജീവിക്കുന്നതിനെ നമ്മെ സഹായിക്കുന്നത് ഇടപെടാതെയുള്ള പ്രാർത്ഥനയാണ്. അതിനാൽ നമുക്ക് നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പാപസങ്കീർത്തനം വഴി കഴുകിക്കളഞ്ഞ് സന്തോഷത്തോടെ ഇടപെടാതെ പ്രാർത്ഥിക്കാം. സന്തോഷത്തോടുകൂടി എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യാം. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.